ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരൊക്കെ എത്തി. ഇപ്പം PGയിലാണ്. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഈവനിങ് ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വരണം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണിപ്പം. അത്യാവശ്യം അവരെന്നെ പോസ്റ്റാക്കി. അങ്ങനെ റോഡിൽ കുറേ നേരം വായി നോക്കി നിന്നതിന് ശേഷം അവരെത്തി. ഇവരെല്ലാം ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ മാത്രം ഇവിടെ റോഡിൽ പോസ്റ്റായത്. സോ ഇവരൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഒരു ഹായ് തരാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു ഹായ് ഒക്കെ തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് സെൻട്രൽ മോളിൽ പോകാനാണ്. ഇവിടെ അടുത്ത് ബെല്ലന്തൂർ ഒരു സെൻട്രൽ മോളുണ്ട്. സോ അങ്ങോട്ട് പോകാമെന്ന് കരുതി. അതാണ് ഞങ്ങൾക്ക് അടുത്ത്. അങ്ങനെ അത്യാവശ്യം ട്രാഫിക്കിനൊക്കെ ശേഷം ഞങ്ങൾ സെൻട്രൽ മോളിലെത്തി. പിന്നെ കാറ് വാഷിന് കൊടുക്കണമായിരുന്നു. അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിരിക്കുവാണ്ട് കാറൊക്കെ ഒന്ന് വാഷിന് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ മുകളിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ മുകളിൽ ഈ നോർമൽ വീക്കെൻഡിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഭയങ്കര തിരക്ക് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നമുക്ക് നല്ല സുഖമായിട്ട് അവിടെ ഇവിടെയൊക്കെ നടന്ന് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി വായി നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പിന്നെ ഈ നോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഒന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാത്തിൻ്റെ ഓഫറും കാര്യങ്ങളും എല്ലാം നോക്കി. പിന്നെ എത്ര ഓഫർ ഉണ്ടെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസിലല്ലാത്തത് കൊണ്ട് എല്ലാം കണ്ട് സന്തോഷിച്ച് ഞങ്ങൾ നടന്നു. അവിടെയൊക്കെ അത്യാവശ്യം നടന്ന് കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കുട്ടികളുടെ സെക്ഷനിലാണ് പോയത്. ഭയങ്കര സൂപ്പറായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ഇതാണ്. കാരണം നല്ല ക്യൂട്ടായിട്ടുള്ള ടെഡീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നല്ല പ്രൈസ് ആയതുകൊണ്ട് വാങ്ങിച്ചില്ല. എല്ലാം നോക്കി കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സൂര്യേട്ടൻ വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ സെൻട്രൽ മോളിൽ ഇത്രയും കറങ്ങി നടന്നത്. സൂര്യേട്ടൻ ക്ലിനിക്കിലാണ്. സൂര്യേട്ടൻ എന്ന് വെച്ചാൽ സൗപർണിക ചേച്ചിയുടെ ഹസ്ബൻഡ്. അങ്ങനെ അവസാനം കാത്തിരിപ്പിന് ശേഷം സൂര്യേട്ടനെത്തി. സൂര്യേട്ടൻ ഒരു വ്ളോഗറാണ് കേട്ടോ. സൂര്യേട്ടന് ഒരു ചാനലൊക്കെ ഉണ്ട്, ക്യാഷില്ല ക്രിയേഷൻസ്. ഞാൻ താഴെ ഇങ്ങനെ ഇട്ട് വെക്കാം ചാനലിൻ്റെ പേര്. സോ പിന്നെ ഇവർ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇവരൊരു ന്യൂലി മാരീഡ് കപ്പിൾസാണ്. റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി എണീറ്റു. ഇനി ഫുള്ള് ഫുഡടിയാണ്. ഫുഡടിക്കുന്നു, നടക്കുന്നു, കഴിക്കുന്നു, നടക്കുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഇവിടെ സെൻട്രൽ മോൾ, ബെല്ലന്തൂർ സെൻട്രൽ മോളിൻ്റെ അടുത്ത് തന്നെ ഒരു മലയാളി കടയുണ്ട്, തലശ്ശേരി. നിങ്ങൾക്ക് എല്ലാവർക്കും ബാംഗ്ലൂർ ഉള്ളവർക്കൊക്കെ മോസ്റ്റ്ലി അറിയായിരിക്കും. അത്യാവശ്യം നല്ല ചൂട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് അത്യാവശ്യം ചായയും കടികളൊക്കെ കഴിച്ചു. എനിക്കിവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ നാട്ടിലൊക്കെ കുടിക്കില്ലേ, അതേ ചായയാണ്. പിന്നെ വാങ്ങിച്ചതിൽ ഇഷ്ടപ്പെടാത്ത എന്താണെന്ന് വെച്ചാൽ കല്ലുമ്മക്കായയുടെ ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഒരു കല്ലുമ്മക്കായയുടെ പീസും ബാക്കിയൊക്കെ മാവായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത് ഒഴിച്ച് ബാക്കി എല്ലാം ഇഷ്ടപ്പെട്ട് കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീണ്ടും കുറച്ച് നടന്നു. പിന്നെ പാനിപ്പൂരി കഴിക്കാൻ കയറി. ചേച്ചി ഒരു പാനിപ്പൂരി ലവറാണ്. അങ്ങനെ ഒരു നല്ല ഷോപ്പിൽ കയറി പാനിപ്പൂരി കഴിച്ചു. എനിക്ക് പാനിപ്പൂരി ഇഷ്ടമായിരുന്നു, ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു പാനിപ്പൂരി. പക്ഷേ ഇപ്പം ഒരുപാട് കഴിച്ചാന്ന് തോന്നുന്നു. ഇപ്പം അത്ര വലിയൊരു അഡിക്റ്റഡൊന്നും അല്ല, കിട്ടിയാൽ കഴിക്കും ആ ഒരു മൈൻഡാണ്. അങ്ങനെ എല്ലാവരും കഴിച്ച് പാനിപ്പൂരിയും ചോളവും ഇതിൽ ഒത്തിരി കാര്യങ്ങൾ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ചിട്ട് വീണ്ടും കുറച്ച് നടക്കും, വീണ്ടും കഴിക്കും. അതൊക്കെ തന്നെ ആയിരുന്നു ഇന്ന് ലൈക്ക് ഈവനിങ് പരിപാടി. അങ്ങനെ കഴിച്ച് ലാസ്റ്റ് കയറിയതാണ് ഇവിടെ. സെക്കൻഡ് ലാസ്റ്റാണ് കേട്ടോ. ഒരു 5 രൂപയുടെ ബജിക്കടയാണ് ഇത്. സൂര്യേട്ടൻ റെക്കമെൻഡ് ചെയ്ത സ്പോട്ടാണ്. കാരണം ഭയങ്കര അഫോർഡബിൾ ആണ്. 5 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ ഒരു പ്ലേറ്റിൽ നിറയെ സാധനം കിട്ടും. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാം. ഇത്രയും കഴിച്ചാൽ 60 രൂപ ആയുള്ളൂ. നല്ല അഫോർഡബിൾ ആയിരുന്നു. അങ്ങനെ കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി. അത്യാവശ്യം ലേറ്റായി. പോകുന്ന വഴിക്കാണ് എൻ്റെ ഫ്രണ്ട് അരുണിനെയും അവൻ്റെ വൈഫിനെയും കുട്ടിയും കണ്ടത്. അരുൺ കൊല്ലംകാരനാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സെയിം ടെക് പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ ഒരു ഓഫീസ് വ്ളോഗോ വല്ലതും ചെയ്യുകയാണെങ്കിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. പിന്നെ കുട്ടി എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനിയായി. നല്ല ചിരിയായിരുന്നു. അങ്ങനെ കുട്ടിയൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ പെതിയെ ഒരു ഐസ്ക്രീമും കഴിച്ച് തിരിച്ചു പോയി. കാരണം അത്യാവശ്യം ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ 5 മണിക്ക് വന്നതാണ്. ഇപ്പോൾ ഒരു 8:30 ആയി. സോ ഇത്രേ ഉള്ളായിരുന്നു എൻ്റെ ഒരു കുട്ടി ഈവനിങ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ബൈ.